കിടക്കാണ്. ഓ, നിങ്ങൾ കേട്ടല്ലോ. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു RC390 ഒരു JCB, പിന്നെ സിമെൻറ്റ് കുഴക്കുന്ന ഒരു മെഷീനുണ്ട്, ഒരു BMW കിടപ്പുണ്ട്. എന്തായാലും നമ്മുടെ വണ്ടി ഇതാണ്, BS4 RC390. ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ കിറ്റ് കാണുമ്പോൾ BS6 പോലെ ഇരിക്കുമെങ്കിലും ആക്ച്വലി ഇതൊരു BS4 390. അപ്പോൾ ഇതൊരു സാധാരണ 390 അല്ല, കുറച്ചധികം കാര്യങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ട്. ഞാൻ അതെല്ലാം പറഞ്ഞുതരാം. ചെറിയൊരു വീഡിയോ ആണ്, ബിക്കോസ് 390 ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇതിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റികൾ വെച്ചിട്ടുള്ള നമുക്കൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ പോലൊരു വീഡിയോ ചെയ്യാം. എനിക്കിപ്പോൾ വണ്ടി കിട്ടിയിട്ടേ ഉള്ളൂ, ഞാൻ കുറച്ചൊന്ന് ഒബ്സർവ് ചെയ്തതേ ഉള്ളൂ വണ്ടി. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് ഓടിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ആ ഒരു എക്സോസ്റ്റ് അവിടെ വെറുതെ വെച്ചിരിക്കുന്നതല്ല, ബാരൽ എക്സോസ്റ്റ് ആണ്. കുറച്ചധികം പൈപ്പ് ചേഞ്ചസ് ഒക്കെ അവിടെ കാണാൻ പറ്റും. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് കുറേ പൊട്ടിത്തെറിയും ബഹളങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, വൃത്തിയായിട്ടിരിക്കുന്ന 390കൾ എനിക്ക് അധികം ഓടിക്കാൻ കിട്ടാറില്ല. വൺ ഓഫ് ദ നീറ്റസ്റ്റ് 390s ഒരെണ്ണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഓടിക്കുന്ന സമയത്തൊക്കെ ഉള്ളൊരു സ്മൂത്ത്നെസ്സും പിന്നെ വണ്ടിയുടേതായിട്ടുള്ള ചില, നമുക്ക് അറിയാമല്ലോ പഴയ വണ്ടികളാകുമ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. 390യുടെ കാര്യത്തിൽ ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും ചിലപ്പോൾ ഒരു ഇടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു പിടുത്തവും ബഹളമൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യും. ഇതിനതില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം നീറ്റായിട്ടൊക്കെ തോന്നിയൊരു ബൈക്കാണ്. ഇനി ഞാൻ വണ്ടിയുടെ കാര്യത്തിലോട്ട് വരാം. ഈ വണ്ടിയുടെ ECU കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആണ്, കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് വണ്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓണറിൻ്റെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പുള്ളിയെടുത്ത് ചോദിച്ചാൽ എല്ലാത്തിൻ്റെ വിലയും വിവരങ്ങളും കാര്യവും എല്ലാം പറഞ്ഞു തരും. എന്തായാലും ഞാൻ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളോട് പറഞ്ഞുതരാം. ഇതിൻ്റെ ECUയിൽ കുറച്ച് ട്യൂണിങ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ബലമായിട്ട് തന്നെ ഇതിൻ്റെ RPM റെവ് ലിമിറ്റർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 11,000 RPMലൊക്കെയാണ് ഇപ്പോൾ റെവ് കട്ടാവുന്നത്. അപ്പോൾ ആ ഒരു ലിമിറ്റും പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പണിഞ്ഞു വെച്ചിരിക്കുന്ന വണ്ടികൾക്ക് നല്ല ടോപ്പ് എൻഡ് കിട്ടും. ഞാൻ അതാണ് ഓണറെടുത്ത് ചോദിച്ചത് എത്ര കിട്ടും എന്നുള്ളത്. ഓൾമോസ്റ്റ് ഒരു 190+ ഒക്കെ കയറുന്ന ഒരു ബൈക്കാണ്. അത്രയും തന്നെ ടോപ്പ് എൻഡ് കിട്ടുന്ന ഒരു ബൈക്കാണ്. പിന്നെ ഇത് ഓടിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തോന്നി, അത് ഞാൻ ഓടിക്കുമ്പോൾ പറഞ്ഞുതരാം. അത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ആ ഒരു ട്യൂണിങ്ങിൻ്റെ അതേ ചേഞ്ചസിനായിട്ട് വരുത്തി വെച്ചിട്ടുള്ള എക്സോസ്റ്റ് ആണ്. അവിടെ കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ ആ ഒരു എന്താ പറയുക ഡീകാറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പൈപ്പ് നിങ്ങൾ കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ആണ്. ബാക്കി ആ ഒരു ക്യാനും കാര്യങ്ങളും അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർഫോമൻസ് എക്സോസ്റ്റ് വെച്ചിട്ട് അതിനനുസരിച്ചുള്ളൊരു ട്യൂണിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത് പോപ്സ് ആൻഡ് ബാങ്ക്സ് പരമായിട്ടുള്ള ട്യൂണിംഗ് ആണ്, സ്റ്റേജ് 2. അതായത് പൊട്ടിത്തെറിയും ബഹളവും നല്ല ശബ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഹൈവേയിൽ ഒരുപാട് എടുത്ത് ഇറക്കുന്നില്ല, ബിക്കോസ് അറിയാമല്ലോ മഴ ആയതുകൊണ്ട് വലിയ ചെക്കിങ് ഉണ്ടാവില്ല. പക്ഷേ എന്നാലും എന്താ അറിയാവുന്ന റോഡിൽ പോയി ഒന്ന് കറക്കിയെടുക്കാം എന്നേ ഉള്ളൂ. സോ കുറച്ചൊന്ന് ഇല്ലീഗൽ വെപ്പൺ ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഡെഫിനറ്റ്ലി ഈ ലുക്ക് എന്ന് പറയുന്നത് ഞാനിനി പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത്രയും ഫാൻ ബേസ് ഉള്ള, അത്രയും ഭംഗിയുള്ള, വൺ ഓഫ് ദ ബെസ്റ്റ്, ഇപ്പോഴും പറയും വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് സിംഗിൾ സിലിണ്ടർ ബൈക്ക് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇൻ ദ വേൾഡ്. വൺ ഓഫ് ദ ആ ഒരു ലൈനപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ ബൈക്കിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യത്തെ ഒരു 5 എണ്ണത്തിൽ ഈ വണ്ടി ഉൾപ്പെടുത്തണം. 390 ഉൾപ്പെടുത്തണം, RC അല്ലെങ്കിൽ 200 RC, ഈ ഒരു മോഡൽ. അതാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായങ്ങളിൽ വ്യത്യാസമുള്ളവരുണ്ടാവും. വണ്ടി ഒരു രക്ഷയില്ല. ഈ വണ്ടി ഞാനൊരു RC390 ഓണറായിരുന്നു, അത് കൊടുത്തു. അതിനുശേഷം ഇപ്പോഴും RC പോകുന്ന സമയത്ത് ഞാൻ നോക്കാറുണ്ട്, ഭയങ്കര ലുക്കാണ്. അപ്പോൾ ഇത് അത്യാവശ്യം പണിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അറിയാലോ, ഇത്രയും ട്യൂണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻടേക്കും ആ ഒരു ഉള്ളിലുള്ള കമ്പോണൻസ് ഒക്കെ നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിക്ക് തന്നെ ട്യൂൺ ചെയ്ത് വെക്കണം. ഇതിൻ്റെ അകത്ത് ഇറിഡിയം സ്പാർക്ക് പ്ലഗുകൾ, NGKയുടെ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. BMC എയർ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടിക്കുമ്പോൾ പറഞ്ഞുതരാം. 6000 RPMന് ശേഷമാണ് പോപ്സ് ആൻഡ് ബാങ്ക്സ് ഒക്കെ പറയുന്നത്. എനിവേ ഇത് കൊള്ളാം കേട്ടോ. ഇത് ശരിക്കും ലൗഡാണ്, ലൗഡല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ലൗഡാണ്. പക്ഷേ രസമുണ്ട്, ഒരു കിടുന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് കൊള്ളാം. പക്ഷേ എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടണം എന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണല്ലോ. ഞാൻ എന്തായാലും അതിൻ്റെ ആ ഒരു സൗണ്ട് കേൾപ്പിച്ച് തരാം. ഗിയറിലാണല്ലോ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇതിൻ്റെ എക്സോസ്റ്റ് ആണ്. ആ ഒരു പൊട്ടൽ നിങ്ങൾ കണ്ടല്ലോ. അതായത് ഒന്ന് റവ് കയറി നോർമലി വരുന്നൊരു ചെറിയൊരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട് ഒന്ന് ലൗഡായിട്ട് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ RPM കഴിയുമ്പോൾ ടപ്പ് ടപ്പ് എന്നുള്ളൊരു സൗണ്ട് കൂടി ചേർന്നിട്ട് ഒരു പൊട്ടലും ബഹളമായിട്ടുള്ളൊരു ശബ്ദമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ സൗണ്ടും കാര്യങ്ങളും. നമുക്ക് ഓടിച്ചിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. എനിക്ക് കുറേ കാര്യങ്ങൾ തോന്നി. കാരണം ഞാനിപ്പോൾ മഴ ആയതുകൊണ്ട് വണ്ടി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്പിന്നിന് അങ്ങോട്ട് കറക്കിക്കൊണ്ടുപോയി, മഴയില്ലാത്തൊരു പ്രദേശത്തോട്ട്, എന്നിട്ട് തിരിച്ചു വന്നതാണ്. ഇപ്പോൾ ഓടിച്ചപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലായി, ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് റോഡിലിറങ്ങാം. കുറച്ചൊന്ന് ഇല്ലീഗൽ വെപ്പൺ സ്റ്റൈലാണ് വണ്ടി. എന്തായാലും സെറ്റ് പൊട്ടുന്നുണ്ട് കേട്ടോ. വണ്ടി ഒന്ന് ഹീറ്റപ്പായിട്ടിരിക്കുവാണ്. ആണ് ഫാനൊക്കെ കറങ്ങുന്നത്. ഈ ഫാനൊക്കെ ഞാനിപ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നില്ല, ബിക്കോസ് 900 ഓവർ ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അല്ല, ഇത്രയും സൗണ്ട് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
എൻ്റെ 900-നും ഇത്ര സൗണ്ടില്ല. പക്ഷേ 390-യുടെയൊക്കെ ആ ഒരു എൻജിൻ ഫാൻ കറങ്ങുന്നത് നമുക്ക് ഇങ്ങനെ കേൾക്കാം. അതൊരു ഫീലാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കൈ കൊടുത്ത് നോക്കാം. കൈയൊന്നും കൊടുത്തില്ല കേട്ടോ, ഭയങ്കര സൗണ്ട് എനിക്ക് ഒരുപാട് കൊടുക്കാനും തോന്നില്ല. പിന്നെ നല്ലോണം തെറ്റി കിടക്കുന്ന റോഡ്, നിങ്ങളുടെ റോഡ് കണ്ടല്ലോ. തെറ്റി കിടക്കാണ്. നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ ചെറിയ വീഡിയോസൊക്കെ ചെയ്തല്ല, ചെറിയ രീതിക്ക് ചെയ്തു പോകുന്നുള്ളൂ. നമ്മൾ അധികം ബഹളം കാണിക്കുന്നില്ല ഇന്നത്തെ ദിവസം. നിങ്ങൾ മീറ്ററിൽ കണ്ടല്ലോ കുറച്ച് വാർണിങ്സും കാര്യങ്ങളും ഒക്കെ കത്തി കിടക്കുന്നുണ്ട്. അതൊന്ന് മൈൻഡ് ചെയ്യേണ്ട. കാരണം ഇതിപ്പോൾ ഒരു KTM ട്യൂണിങ്ങിൽ ഇരിക്കുന്ന ഒരു വണ്ടിയല്ല. ഷോറൂമുമായിട്ട് ഇതിന് പുറമേ ബന്ധമുണ്ടെങ്കിലും അകമേ ബന്ധമൊന്നുമില്ല. ഒരു സൂപ്പർ ബൈക്ക് അല്ലേ അത്? ഓക്കെ, CBR 650R പൊക്കോളൂ. ഓക്കെ. അപ്പോൾ ഷോറൂമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഇതൊരു ത്രിവേണി ഉൽപ്പന്നം അല്ല. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ വാർണിങ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കത്തി കിടക്കും. മേബീസ് വാർണിംഗ് ഒക്കെ ഉണ്ട്, അവിടെ കിടക്കട്ടെ. അപ്പോൾ വണ്ടിയെ പറ്റി ഇനി നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വണ്ടിയിൽ ഈ ട്യൂണിങ് ചെയ്തതുകൊണ്ട് എനിക്ക് ആദ്യം, ഞാനിപ്പോൾ വണ്ടി എടുത്ത് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഭയങ്കരമായ ഇനിഷ്യൽ പുള്ളിങ് വന്നിട്ടുണ്ട്. ഭയങ്കരമായ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു GT-യിലോ ഇൻ്റർസെപ്റ്ററിലോ പുള്ളി ചെയ്യുന്ന പോലെ ആലോചിക്കരുത്. 390-ക്കകത്ത് ഒരു അതായത് ഈ ഒരു BS4 390-ലൊക്കെ വരുന്ന അല്ലെങ്കിൽ BS3-ലൊക്കെ ഉള്ളൊരു കുഴപ്പമുണ്ട്. ലോ ആൻഡ് ടോർക്ക് അത്രത്തോളം ബെറ്റർ അല്ല. നോർമലി ഓക്കെ, കുഴപ്പമില്ല, എടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റുന്നുണ്ടെങ്കിലും ആ ഒരു ഇനീഷ്യൽ അല്ല. വണ്ടി പൊട്ടുന്നത് ഒരു മിഡ് RPM-ന് ശേഷമാണ് 390-യുടെ പവറും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. പക്ഷേ വണ്ടി ചാടി നിൽക്കും, ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ. എന്നിരുന്നാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ 390-യുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ലോ എൻഡ് എന്ന് പറയുന്നത് ഒന്ന് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് കറക്റ്റ് 390 ഓണേഴ്സിന് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ആ ഒരു ലോ എൻഡ് ടോർക്ക് എന്ന് പറയുന്നത് ശക്കലൊന്ന് കോംപ്രമൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. BS4 BS3 ഒക്കെ ആ ഒരു സംഭവം ഇപ്പോൾ ഇതിലില്ല. ശരിക്കും ഇതിൻ്റെ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയറൊക്കെ ഇങ്ങനെ ചാടി നിൽക്കുവാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 390 ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ BS3-ൽ പോലും നമ്മൾ ട്രാഫിക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് സ്ട്രെസ്ഡ് ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇതിലില്ല. ശരിക്കും ചാടി നിൽക്കുവാണ്, ഇനിഷ്യലൊക്കെ ചാടി നിൽക്കുവാണ്. ഇപ്പോൾ 4th 5th ഇല്ല, പക്ഷേ സ്റ്റിൽ ആ ഒരു 3rd 2nd ആ ഒരു ഗിയേഴ്സിലൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എഗെയിൻ ആ ഒരു GT-യിലും ഇൻ്റർസെപ്റ്ററിലും കിട്ടുന്ന ആ ഒരു ഭയാനകമായിട്ടുള്ള ഇനിഷ്യൽ പുള്ളല്ല ഞാൻ പറയുന്നത്, ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ECU അവർ ഗ്യാരണ്ടി ചെയ്യുന്നത് ടോപ്പ് എൻഡിലാണ്. ഒരുപാട് ടോപ്പ് സ്പീഡ് കയറും എന്നാണ് പറയുന്നത്. പക്ഷേ എന്താ പറയുക, ഞാനത് നോക്കുന്നില്ല, അവസ്ഥയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത്രയും തന്നെ ഒരു 190+ ഒക്കെ കയറും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിത് ഓടിച്ചപ്പോൾ തന്നെ മനസ്സിലായ ഒരു കാര്യം, വളരെ ഫ്രീ ആയിട്ടുണ്ട്. ഇനീഷ്യലൊക്കെ വളരെ ഫ്രീ ആയിട്ടുണ്ട്. വണ്ടി ചാടിയാണ് നിൽക്കുന്നത്. അതിൽ സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 390 ഒരു പിടുത്തം ഇല്ലാത്തൊരു 390 ഓടിക്കുന്നത്. പല വണ്ടികളിലും ഒന്ന് ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പിടുത്തമുണ്ട്. അത് ഇതിലില്ല കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ വെരി ഹാപ്പി. ഇത് ഓടിക്കുന്ന സമയത്ത് വളരെ സന്തോഷം. ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ ഇതിൻ്റെ ഓണറിനെന്ന് പറയാം. അപ്പോൾ ബാരൽ എക്സോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ടോപ്പ് ഗിയറുകൾ ഇടുന്ന സമയത്ത് അത് ഇപ്പോഴൊന്നും വലിയ കുഴപ്പമില്ല. 6 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൈലൻ്റായി, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളൊന്ന് റവ് മാച്ചൊക്കെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കയറുന്നുണ്ട് സംഭവം. അപ്പോൾ അതാണ് ആ ബാരൽ എക്സോസ്റ്റിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഡീക്യാറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പൊട്ടിക്ക് ശബ്ദം കൂടുതലാണ്. നമ്മൾ ഡീക്യാറ്റൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ സ്റ്റോക്ക് എക്സോസ്റ്റ് വെച്ച് കൊടുത്താൽ തന്നെ ആ ഒരു നോയ്സി ഫീൽ കയറി വരും. അത് വണ്ടിക്കുണ്ട്. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പവറുണ്ട്, നല്ല ഇനിഷ്യൽ പിക്കപ്പ് ഉണ്ട്, വണ്ടി വലിച്ച് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. നമ്മളതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാമെന്ന് പറയില്ല, അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ടാണ് തോന്നുന്നത്. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. ബ്രേക്സ് ഓബിയസ്ലി 390 എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. സസ്പെൻഷൻ എങ്ങനെയാണ്, എല്ലാം ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു ചെറിയ റോഡ് എടുക്കണം കേട്ടോ. എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട് ഇവിടെ ഓടിച്ച് പോകുന്നതിന്. ഞാൻ കുഞ്ഞൊരു റോഡ് എടുക്കാൻ പോകും കേട്ടോ. അവിടെ ഓടിച്ച് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ടോട്ടൽ കാര്യങ്ങളെന്ന് പറയുന്നത്. ഒരു വെടിയും പൊക്കയും 390 അത് തന്നെയാണിത്. ഓക്കെ, നമുക്കൊരു ചെറിയ ടേൺ എടുക്കാം. ബഹളം ഉണ്ടാക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. ആൻഡ് എനിക്ക് നൊസ്റ്റാൾജിയ കേട്ടോ സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഇത് കുറേ നാളായിട്ട് ഞാൻ മിസ് ചെയ്യുക. കാരണം വണ്ടി കൊടുത്ത ശേഷം 390 ഇപ്പോൾ ഓടിക്കാൻ കിട്ടിയാലും ഞാൻ ഓടിക്കും. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ഫുള്ളി
നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ, പഴയ വണ്ടികളാണ്. 390യുടെ കാര്യത്തിൽ ഒരു ഇടി ഇടിച്ച് കഴിഞ്ഞാൽ തന്നെ ആ വൃത്തി അങ്ങ് പോകുന്നൊരവസ്ഥയുണ്ട്. പിന്നെ നന്നായിട്ട് പണിഞ്ഞെടുത്താലേ അത് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ക്ലീൻ ആയിട്ടുള്ള 390കൾ എനിക്ക് ഇടയ്ക്കൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം കൂടി കിട്ടി. ഇത് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇനിഷ്യൽ പിക്കപ്പ് ഒക്കെ വന്നുകൊണ്ടേ ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് നല്ല ടയേഴ്സ് കേട്ടോ, കൊള്ളാം. H1 ആണെന്ന് തോന്നുന്നുണ്ട് സംഭവം. ഒന്ന് ചരിച്ചൊക്കെ എടുക്കാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ സ്റ്റിൽ നനഞ്ഞ് കിടക്കാം കേട്ടോ, ഒരു കോൺഫിഡൻസ് ഇല്ല. ഓ, സൗണ്ട് ഭീമാകാരമാണ്. ഇങ്ങനെയുള്ള ചെറിയ റോഡുകളിൽ പോകുന്ന സമയത്ത് നന്നായിട്ട് സൗണ്ട് അടിച്ച് കയറുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് പോയിട്ട് കുറേ നാളായി. അതിൻ്റെ ഒരു ഫീല് സത്യത്തിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കേ, അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ചിലവ് എത്രയാണെന്ന് ഞാൻ ചോദിച്ചില്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഓണറിൻ്റെ ID ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാം, പുള്ളിയുടെ അടുത്ത് തന്നെ നേരിട്ട് ചോദിച്ചോളൂ. അപ്പോൾ ആൾ എന്നെ പറഞ്ഞു തരും എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടെന്നുള്ളത്. സ്റ്റേജ് 2 ആട്ടോ ട്യൂണിങ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തായാലും ഉണ്ട്. പിന്നെ RPM ലിമിറ്റർ 11,000-ലാണ് അടിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഞാനതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ, അത്രയൊന്നും RPM കയറി നോക്കിയൊന്നുമില്ല, നോക്കാനുള്ള ഒരു സിറ്റുവേഷനും ഇല്ല. ഇത് ഭയങ്കര ശബ്ദം കേട്ടോ, ഹൈ RPM കയറുമ്പോൾ 6000 RPM-ലാണ് ഇതിൻ്റെ പൊട്ടൽ പറയുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇതിൻ്റെ വിധം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം റിസ്ക് എടുത്ത് കയറുന്നില്ല. അയ്യോ, ഓ വണ്ടി ബ്രേക്ക് ഡൗൺ ആട്ടോ. അത് കൊള്ളാം, ബാഗൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്തിരിക്കണല്ലോ. എന്തായാലും വേഗം ശരിയാവട്ടെ. ഓക്കെ, അപ്പോൾ അതാണ് വണ്ടിയുടെ ഒരു ടോട്ടൽ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഒരുപാട് പറയാനില്ല, ബിക്കോസ് എന്താ പറയുക, 390 ആണല്ലോ. ഞാൻ എത്ര വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇത് കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം ഭയങ്കരമാണ്. ആരും വന്ന് ചോദിച്ചാലും ഞാൻ ഓക്കെ, നമുക്ക് ഫ്രീ ആകുമ്പോൾ നമുക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോരുത്തർ വന്ന് ചിലപ്പോൾ ചോദിക്കും, ബ്രോ ഇങ്ങനെ ഒരു വണ്ടി ഇരിപ്പുണ്ട് കയ്യിൽ, ഒന്ന് ഷൂട്ട് ചെയ്യുന്നോന്ന് ചോദിക്കും. ഞാൻ മാക്സിമം വിടാറില്ല. ഞാൻ പറയും ബ്രോ നമുക്ക് ഒരു ഫ്രീ ടൈം ആകുമ്പോൾ ഞാൻ പറയാമെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഓണറുടെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഫ്രീ ടൈം ആകുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. ആള് മഴയാണ്, ആളും ദൂരെ നിന്ന് വന്നതാണ്. അപ്പോൾ താങ്ക് യു ബ്രോ ഫോർ ദ ബൈക്ക്. എന്തായാലും നല്ലൊരു ഫീലുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ, വളരെ ഈസി. അതാണ് ആ ഒരു ഇനീഷ്യൽ പിക്കപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാടിയത് കൊണ്ട് തന്നെ നമുക്ക് പല സമയത്തും ഇങ്ങനെ ഒന്ന് ലോ ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ കൈ കൊടുത്ത് പതുക്കെ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും ചില സമയങ്ങളിൽ. അങ്ങനെ ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്, നമുക്കില്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ഫീല് വരുന്ന സമയത്ത് നമ്മൾ അമ്മേ ഇന്ന് എവിടെ തിരിഞ്ഞോലും ഇതാണല്ലോ ദൈവമേ, ഞാനും തിരിച്ചെങ്ങനെ പോകും ഭഗവാനെ. കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീലാണ് അത് ഇതിലില്ല കേട്ടോ. ഭയങ്കര ഫ്രീ ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, ഗിയറൊന്നും നോക്കണ്ട, നമ്മൾ കൈ കൊടുത്താൽ പവറുണ്ട്. ആ ഒരു ഫീൽ എപ്പോഴും വണ്ടിയിൽ കിട്ടുന്നുണ്ട്. സോ അതിൽ ഹാപ്പി. അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയൊരു വീഡിയോ, അധികം ലെങ്ത് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ, കുഞ്ഞൊരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ നിന്ന് തിരിക്കാം, ഞാൻ അതാണ് ആലോചിക്കുന്നത്. അപ്പോൾ വളവ കുറച്ചുകൂടെ പോട്ടെ, അവിടെ നിന്ന് വണ്ടി കയറിയൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു ബൈക്കുമായിട്ട്, അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. തിരിയൂ. ഓക്കെ, കണ്ടോ, സൂപ്പർ. അവിടെ ഒരു പോലീസ് ജീപ്പ് കിടപ്പുണ്ട്. അതുകൊണ്ട് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4 ബൈ ക്ലച്ച്. ഓക്കെ, ഞാൻ കുറച്ച് പേരോടെ ഓടിക്കാൻ കേട്ടോ, നിങ്ങൾ സൗണ്ട് കേട്ടോളൂ. കൈ കൊടുത്ത് പൊട്ടിച്ച് ഓടിക്കാനുള്ള മൈൻഡ് കേട്ടോ വരുന്നത് എപ്പോഴും.